ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതൊരു 3 കിലോ വാട്ട് ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിപ്പോൾ അഞ്ചാമത്തെ കൊല്ലം ഏകദേശം അഞ്ചാമത്തെ കൊല്ലം. ബാറ്ററിയൊക്കെ വരുമ്പോൾ നമുക്ക് വാറണ്ടി ഏകദേശം തീരാറായി. അപ്പോൾ നമുക്ക് ഇൻവേർട്ടർ വരുന്നത് SPS-ൻ്റെ ആണ്, മൈക്രോൻ്റെ ബാറ്ററിയാണ്, നമുക്ക് കാണാൻ പറ്റും. നമുക്കിതിൻ്റെ ബാക്കപ്പാണ് ഇപ്പോൾ നിലവിലുള്ള ഇഷ്യൂ. ബാക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബാക്കപ്പ് ടൈമിങ് നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നില്ല. നമുക്കൊരു ഇപ്പം പകൽ ചാർജായി രാത്രിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു 3 മണി ഒക്കെ ടൈം ആകുമ്പോൾ നമുക്ക് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേത് റെഗുലറായിട്ട് കണ്ടിന്യൂസ് ഓടുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇത് 3 കിലോവാട്ടാണ് മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട് മൊത്തം നമുക്ക് ഈ ഇതിലാണ് ഓടിക്കണത്. 3 കിലോവാട്ട് ഫുള്ള് നമുക്കിതിലാണ് ഓടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ബാക്കപ്പ് ഇഷ്യൂ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചിട്ടാണ് നമ്മളിപ്പം ബാറ്ററിയുടെ വോൾട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് പോണത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ MPPT നമുക്ക് കാണാൻ പറ്റും. MPPT ഫ്ലോട്ട് കത്തിക്കിടക്കുന്നു. നമുക്ക് MPPT ഒന്ന് ഓഫാക്കി കൊടുക്കാം. എന്നാലാണ് നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് കറക്റ്റ് അറിയാനായിട്ട് പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇത് കണ്ടോ, നമ്മൾ MPPT ഓഫാക്കിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഇൻവേർട്ടറുണ്ട്. അപ്പോൾ ഈ ഇൻവേർട്ടറിൽ നമുക്ക് ഓഫാക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. നമുക്ക് ഇൻവേർട്ടർ ലോഡ് കൂടുതൽ കൊടുക്കണം. നമ്മുടെ വീട്ടിലേക്കുള്ള ലോഡ്, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഉപകരണങ്ങൾ ഓണാക്കിയിടുക. ഇതിപ്പം ലോഡ് ഇതിനകത്ത് കുറവാണ്. നമ്മൾ ഓണാക്കി വീട്ടിലുള്ള ഫാൻ ലൈറ്റൊക്കെ ഓണാക്കി എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഓണാക്കി നമുക്ക് ലോഡ് കൂടുതൽ ബാറ്ററിക്ക് കൊടുക്കണം. ബാറ്ററിയിൽ ലോഡ് കൊടുത്തിട്ട് മാത്രമാണ് നമുക്കതിൻ്റെ വോൾട്ട് ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് ഇതിപ്പോൾ കണ്ടോ, 4 ബാറ്ററിയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ വരണത്. 220 ആണ് ഒരു ബാറ്ററി വരണേ. ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ വോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 12 വോൾട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. 12 വോൾട്ടാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണേ, നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ MPPT നിലവിൽ ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് ഇൻവേർട്ടറിൽ ലോഡ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ വരുന്നുണ്ടോ, ബാറ്ററിയുടെ ടെർമിനൽ പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ നോക്കി നമ്മൾ കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് മൾട്ടിമീറ്റർ വച്ചേക്കുന്നത്. നമുക്കതിൻ്റെ വോൾട്ട് കാണാൻ പറ്റും. ഇതുണ്ടോ, 12.8 വോൾട്ട്. അപ്പോൾ നിലവിൽ ഈ ബാറ്ററിക്ക് ഇപ്പം നിലവിൽ കുഴപ്പമില്ല, 12 പോയിൻ്റ് ഉണ്ട്. അപ്പം നിലവിൽ 12 വോൾട്ട് നമുക്ക് ഉണ്ടെങ്കിലാണ് ബാക്കപ്പ്. നമുക്ക് ഈ ബാറ്ററിക്ക് ഇപ്പോൾ ബാക്കപ്പ് നിലവിൽ കിട്ടുന്നതാണ്. ഇനി അടുത്ത ബാറ്ററിയിലേക്ക് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ അടുത്ത ബാറ്ററിയിലേക്ക് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നോക്കിയോളൂ. നമുക്കിത് കാണാൻ പറ്റുന്നുണ്ട്, 12.7. അപ്പോൾ ഇതിലും നമുക്ക് അത്യാവശ്യം വോൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു പുതിയ ബാറ്ററിയിൽ നമ്മൾ നോക്കുമ്പോൾ 13-14 വോൾട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. അത് അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ടൈം നമ്മൾ വയ്ക്കുമ്പം കാണിക്കുന്ന വോൾട്ട് വരുന്നത്. ഇതിപ്പോൾ അടുത്ത 3ാമത്തെ ബാറ്ററിയിലേക്കാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും തെർമൽ നോക്കി കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 3ാമത്തെ ബാറ്ററിയും വോൾട്ട് അങ്ങ് മാറിക്കൊണ്ടിരിപ്പുണ്ട്. നോക്കിക്കോളൂ, 12.6 നമുക്ക് ഇതിനകത്ത് വോൾട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഈ ബാറ്ററിയും വലിയ കുഴപ്പമില്ല, 3ാമത്തെ ബാറ്ററിയും കുഴപ്പമില്ല. നമുക്ക് നോക്കാം. ഇനി 4ാമത്തെ ബാറ്ററിയിലേക്ക് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ 4ാമത്തെ ബാറ്ററിയിലേക്കാണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുത്തിരിക്കുന്നത്. ഇനി എന്നിട്ട് ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റും വോൾട്ട് 12.6 കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാ ബാറ്ററിയിലും ഇപ്പം നമുക്ക് വോൾട്ട് 12 വരെ കാണിച്ചു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വോൾട്ട് ബാറ്ററി ഇപ്പോൾ അത്ര ഫുൾ ചാർജ് ആയതിൻ്റെ ഒരു വോൾട്ടാണ് കാണിക്കണേ. നമുക്കപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നേരെ മെഷീനിൽ ലോഡ് കൂടുതൽ കൊടുക്കുക. വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ, ഇപ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ എടുത്ത് 3 കിലോവാട്ടാണ് ഇൻഡക്ഷൻ കുക്കറൊക്കെ എടുത്ത് നമുക്ക് ലോഡ് ചെയ്യുന്നുണ്ട്. 1900 ഒക്കെ വരും. അപ്പോൾ നമുക്ക് 2000-ന് അടുത്ത് ലോഡ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരെ ബാറ്ററിയിൽ ഒന്നുകൂടി എല്ലാ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്.
അപ്പോൾ എന്താ വെച്ചാൽ ഇതുണ്ടോ, നമ്മളിപ്പോൾ 4ാമത്തെ ബാറ്ററി 12 വോൾട്ടിൻ്റെ മേളിൽ കാണിച്ചതാണ്. എന്നിരുന്നാലും നമ്മൾ അതാ ഒന്നും കൂടെ വോൾട്ട് ടെസ്റ്റ് ചെയ്യാൻ പോണ്. പിടിച്ചോ, ഇതുണ്ടോ, ആ 12 വോൾട്ടിൽ നിന്നത് നേരെ പോയ പോക്ക് കണ്ടോ, 9.27 വന്നേക്കണം. അപ്പോൾ നേരത്തെ 12 വോൾട്ട് കാണിച്ചാൽ, അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ വോൾട്ട് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ് ഇൻവേർട്ടർ ബാറ്ററിക്ക് ആംപിയർ നന്നായിട്ട് എടുപ്പിക്കണം, ലോഡ് കൂടുതലിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നിലവിൽ ബാറ്ററിയുടെ പ്രശ്നം അറിയാൻ പറ്റും. അപ്പം ഇതുകൊണ്ടാണ് നിലവിൽ ഉണ്ടോ, ഇതുകൊണ്ടാണ് ഈ ബാറ്ററി 4ാമത്തെ ബാറ്ററി നമുക്ക് വീക്കായി ഡാമേജ് ആയെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ബാറ്ററിയുടെ വോൾട്ട് ഇറങ്ങിപ്പോയതുകൊണ്ടാണ് നമുക്കിപ്പോൾ നിലവിൽ ബാക്കപ്പ് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ബാക്കപ്പ് നിലവിലിപ്പോൾ കിട്ടാണ്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രശ്നമായിട്ട് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ വോൾട്ട്, ബാറ്ററിയുടെ വോൾട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് ബാറ്ററിയുടെ ബാക്കപ്പിൻ്റെ ഇഷ്യൂ ആണ് നമുക്കറിയാൻ പറ്റുന്നത്. നിലവിൽ നമുക്ക് ഇതിനിപ്പോൾ ഒരു പരിഹാരം എന്നാ ഉള്ളതെന്ന് വെച്ചാൽ, നമുക്കിപ്പം ബാറ്ററി നമുക്ക് ആ ബാറ്ററി മാത്രമായിട്ട് ഒരു എക്സ്റ്റേണൽ ചാർജർ വഴി സ്ലോ ചാർജ് കൊടുത്ത് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു വഴിയാണത്. അതുവഴി നടന്നില്ലെങ്കിൽ നടക്കില്ല, അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. പിന്നെ നമുക്ക് വാറണ്ടി ഉള്ള പീസാണെങ്കിൽ നമുക്ക് വാറണ്ടിക്ക് നമുക്ക് അതിൻ്റെ ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതാണ്. ഇതാണ് പ്രശ്നം. നമുക്ക് ഇൻവേർട്ടറിൽ വോൾട്ട് ഉണ്ടോ, ഇൻവേർട്ടറിൽ നമുക്ക് വാട്ട്സ് മാക്സിമം വാട്ട്സ് കയറ്റാൻ നമുക്ക് നോക്കാം. എന്നിട്ട് MPPT നേരെ ഓഫ് ചെയ്യാം, നേരെ ബാറ്ററിയിലേക്ക് വരിക, ബാറ്ററിയിൽ വോൾട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നമുക്ക് കണ്ടിന്യൂസ് വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം നമുക്ക് അങ്ങനെയാണ് വോൾട്ട് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനുള്ള, വോൾട്ടിൻ്റെ പ്രശ്നമാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഏക ഒരു മാർഗ്ഗമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാവണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട്, ഇൻവേർട്ടറിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.